പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയായ രൂപേഷ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ രൂപേഷ്, കഴിഞ്ഞ ദിവസവും താങ്കൾ പറഞ്ഞിരുന്നു ഈ ജൈനമ്മ കൊലക്കേസിൽ മാത്രം തെളിവുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനു മുൻപത്തെ തിരോധാനങ്ങളിൽ ബിന്ദു പത്മനാഭന്റേതുൾപ്പെടെ പോലീസ് അതിൽ പരാജയപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ പോലീസ് ഒത്തുകളിക്കുകയാണ് ചെയ്തത് എന്ന്. ഈ ജൈനമ്മ കൊലക്കേസിൽ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പോകുന്നുണ്ടല്ലോ, ഇല്ലേ? ഇതിൽ സെബാസ്റ്റിനെതിരെ തെളിവുകൾ ശേഖരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനോജിന്റെ വെളിപ്പെടുത്തൽ തന്നെ സൂചിപ്പിക്കുന്നത് അതാണല്ലോ. തീർച്ചയായിട്ടും ഇതിൽ ജൈനമ്മയുടെ നമ്മുടെ കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 100% സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്കാണ് തെളിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. ഇപ്പൊ മനോജിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് ബലപ്പെടുത്തുന്ന ഒരു കാര്യം, ബിന്ദുവിനെയും ഇതേ മാതൃകയിൽ തന്നെ ആയിരിക്കും ആ വീട്ടിലകത്തിട്ട് കൊല നടത്തിയിട്ടുള്ളത്. അത് നമ്മൾ സോഡാ പൊന്നപ്പന്റെ അടക്കമുള്ള ശബ്ദരേഖ പുറത്തു വന്നിട്ടുള്ളതാണ്. പോലീസ് ഇതുവരെ അതിലേക്ക് നീങ്ങിയിട്ടില്ല അന്വേഷണം. അപ്പൊ ഇതേ മാതൃകയിൽ തന്നെ ആയിരിക്കും ഈ മനോജിന്റെ വെളിപ്പെടുത്തൽ പറയുന്നത്. ഈ കൊല നടന്ന ദിവസം അദ്ദേഹം അവിടെ ചെന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ സ്വർണം പണയം വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലെ അദ്ദേഹത്തിന്റെ ഭാഗം അതിലേക്ക് വന്നിട്ടുള്ളൂ. ഇതേ മാതൃകയിൽ തന്നെ ആയിരിക്കും ബിന്ദുവിനെയും കൊല ചെയ്തിട്ടുള്ളത്. കാര്യം ബിന്ദുവിന്റെ സ്വത്തുക്കൾ വകമാറ്റിയതിനു ശേഷം, തട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ അതേ ബാത്റൂമിലിട്ട് സെബാസ്റ്റ്യന്റെ വീട്ടിലിട്ട് ബിന്ദുവിനെ വകവരുത്തി ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെയുള്ള ഒരു കാര്യം, പോലീസ് അധികാരികൾ ഇത് അട്ടിമറിച്ചു എന്നുള്ളതാണ്. അന്നിരുന്ന SP അടക്കമുള്ള ആളുകൾ, DYSP അടക്കമുള്ള ആളുകൾ ഇതിനെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് കൂട്ടുന്നതിന്റെ ഫലമായിട്ടാണ് അന്ന് ഇതൊന്നും പുറത്തു വരാതെ നിന്നത്. ഇപ്പൊ ജൈനമ്മയുടെ കേസിൽ അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. തെളിവുകൾ കൃത്യമായിട്ട് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിനും എളുപ്പത്തിൽ ലഭിക്കുന്നതിനും അത് കാരണമായിട്ടുണ്ട്. പക്ഷെ ബിന്ദുവിന്റെ കേസിൽ ഇതെല്ലാം പോലീസ് അന്നിരുന്ന അന്വേഷണ സംവിധാനങ്ങൾ ഇത് അട്ടിമറിക്കാനായിട്ട് അവർ തന്നെ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്ന് മുതൽ പറയുന്നത് അന്വേഷണം ഫലപ്രദമായി പോകുന്നില്ല, ഇതിൽ അന്വേഷണ സംഘം അലംഭാവം കാണിക്കുന്നു, ഇതിനൊരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണം എന്നുള്ളൊക്കെ പറഞ്ഞ കാര്യം SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇനിയും ബിന്ദുവിന്റെ കേസ് കാലപ്പഴക്കം ഉണ്ടെങ്കിലും ഇനി അവശേഷിക്കുന്ന തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കണം. ഇതില് ബിന്ദുവിന്റെ കേസിൽ കൃത്യമായിട്ട് അതിന് നമുക്ക് സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുന്ന കൊല നടന്നു എന്ന് ബോധ്യമാകുന്ന തരത്തിലേക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. ശരി രൂപേഷ്, എന്തായാലും ജൈനമ്മ തിരോധാന കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിന് തെളിവുകൾ കിട്ടുന്നുണ്ട്. മനോജിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. സാക്ഷിയാണ് മനോജിനെ ചോദ്യം ചെയ്തതാണ് ക്രൈംബ്രാഞ്ച്. മനോജ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ എത്തിയ കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സ്വർണം പണയം വെക്കാൻ സഹായിച്ച കാര്യവും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ജൈനമ്മ തിരോധാന കേസിൽ അതിനിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്.